2018 ഫെബ്രുവരി 22 ഒരു വ്യാഴാഴ്ച മലയാളികളുടെ മനസാക്ഷി ഞെട്ടിച്ചുകൊണ്ട് ഒരു മരണവാർത്ത നമ്മെ തേടിയെത്തി. മറ്റാരുടെയുമല്ല, ആദിവാസി യുവാവായ മധുവിന്റെ. മധു വനമേഖലയിൽ താമസിക്കുന്ന, സർക്കാർ തിരിഞ്ഞു നോക്കാത്ത, റേഷൻ അരി പോലും അപ്രാപ്യമായ, അതിന് പോലും വിലക്കുണ്ടായിരുന്ന ഒരു ഗോത്ര കുടുംബത്തിലെ യുവാവാണ്. നമ്മുടെ പ്രബുദ്ധരായ മലയാളികൾ എന്താണ് ചെയ്തത്? അന്ന് വിശപ്പടക്കാൻ വേണ്ടി, ഒരു നേരത്തെ വിശപ്പടക്കാൻ വേണ്ടി കുറച്ചരിയും പലവ്യഞ്ജന സാധനങ്ങളും മധുവിന് എടുക്കേണ്ടി വന്നു. പ്രബുദ്ധരായ മലയാളികൾ മധു താമസിച്ചിരുന്ന വനമേഖലയിലുള്ള ആ ഗുഹയിൽ പോയി മധുവിനെ വലിച്ചിഴച്ചുകൊണ്ടുവന്നു. മരത്തിൽ കെട്ടിയിട്ടു, തല്ലി ചതച്ചു, തല്ലി കൊന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം സെൽഫി വീഡിയോ എടുത്തവർ സമൂഹ മാധ്യമങ്ങളിൽ മധുവിന്റെ നിസ്സഹായ മുഖം പങ്കുവച്ചു. ഇന്ന് ആ കേസിൽ വിധി വന്നിരിക്കുകയാണ്. 102 സാക്ഷികളുള്ള ഒരു കേസ്, നിർണായക തെളിവുകളുള്ള ഒരു കേസ്, വീഡിയോ ദൃശ്യങ്ങൾ തെളിവായ ഒരു കേസ്. പക്ഷേ ഒന്നാം പ്രതിയെ വെറുതെ വിട്ടു. ആർക്കാണ് പിഴച്ചത്? അന്വേഷണ ഉദ്യോഗസ്ഥരാണോ, അതോ നമ്മുടെ സിസ്റ്റത്തിനാണോ? എവിടെയാണ് പിഴവ് സംഭവിച്ചത്? മധുമാർ ഇനിയും നമ്മുടെ കേരളത്തിലുണ്ട്. എന്ത് സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്?